മരണപ്പെട്ടവരിൽ തിരിച്ചറിഞ്ഞ ഹരിലാൽ 54 വയസ്സുകാരൻ, അദ്ദേഹത്തിന്റെ വേറെന്തെങ്കിലും ഡീറ്റെയിൽസ് വരുന്നുണ്ടോ ഗൗതം? ഇദ്ദേഹം കൊട്ടാരക്കര സ്വദേശിയാണ് എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇദ്ദേഹം എന്താവശ്യത്തിനാണ് പോയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. ഹരിലാലാണ്, അദ്ദേഹം കൊട്ടാരക്കര സ്വദേശിയാണ് എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള വിവരമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചുരുക്കം വിവരങ്ങൾ മാത്രമാണ് ഈ മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹരിലാൽ എന്താവശ്യത്തിനാണ് പോയതെന്നും എവിടെ നിന്ന് സഞ്ചരിക്കുകയായിരുന്നു എന്നത് സംബന്ധിച്ച് ഇതിപ്പോ നമ്മുടെ ക്യാമറാമാൻ അരുൺ ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ പറയുന്ന അനുസരിച്ച് ചേട്ടൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു ഹരിലാൽ എന്നാണ്. അദ്ദേഹം രാവിലെ ട്യൂഷൻ എടുക്കാൻ ബൈക്കിൽ പോകവേ ഈ അപകടം ഉണ്ടാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും സേജ്, അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, രാവിലെ ഈ അപകട മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ അപകടമുണ്ടാകുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകാൻ നിന്നവരാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹരിലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അധ്യാപകനാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, അത്തരത്തിൽ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്കും ട്യൂഷൻ സെൻറ്ററിലേക്കും ഒക്കെ പോകാൻ നിന്ന വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി സഞ്ചരിക്കുന്ന ആളായിരിക്കും ഹരിലാൽ എന്നാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് ആരോഗ്യ സംവിധാനങ്ങൾ നമുക്ക് നൽകിയിട്ടില്ല. പക്ഷേ അത്തരത്തിൽ കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള ഒരാൾ അപകടത്തിൽ മരിച്ചതായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. വളരെ ദാരുണമായ സംഭവമാണ് രാവിലെ ഉണ്ടായത്. രാവിലെ 8 മണിയോടുകൂടി ഉണ്ടാകുന്ന അപകടമാണ്. 7:45 8 മണിയോടുകൂടി ഉണ്ടാകുന്ന അപകടമാണ്. കൊട്ടാരക്കരയിൽ ഈ ബസ് സ്റ്റോപ്പിലേക്ക് നിയന്ത്രണം വിട്ടുവന്ന ടിപ്പർ ലോറി ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ മരിച്ചതിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കര സ്വദേശിയായ 54 വയസ്സുകാരൻ ഹരിലാൽ. മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിൽ സ്ഥിരീകരണം വരണം. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നുണ്ട് നിരവധി പേർ. ഇവരുടെയൊക്കെ ആരോഗ്യനില നിലവിൽ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ചരിഞ്ഞ ഈ ടിപ്പർ ലോറി, മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിയാണ്. അപ്പം മണ്ണ് ചരിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ആ മണ്ണെല്ലാം പൂർണ്ണമായിട്ടും അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. അതേപോലെ ടിപ്പർ ലോറി ലിഫ്റ്റ് ചെയ്ത് അതിനെയും മാറ്റിയിട്ടുണ്ട്. മറ്റാരും അപകടത്തിൽ പെട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും 3 മരണം അവിടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. മരിച്ച 3 പേരും മുതിർന്നവരാണ് എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. വിദ്യാർത്ഥികളടക്കം ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് നിയന്ത്രണം വിട്ടുവന്ന ലോറി ഇടിച്ചു കയറിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് മറ്റൊരു വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വരികയായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. ഇനി ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ആരോഗ്യനില? ഇവരെ ചിലരെയൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സാധ്യത കൂടി നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ആവും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അങ്ങനെയായിരിക്കും. തിരുവനന്തപുരത്തെ മറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും ആരോഗ്യം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില വഷളായിട്ടുള്ള ആളുകളെയൊക്കെ 5 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ആകെ 8 പേർ അപകടത്തിൽപ്പെട്ടു എന്നും മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും പ്രാഥമിക വിവരങ്ങളാണ്. ഔദ്യോഗികമായി ആരും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. ആകെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം ജില്ലാ കളക്ടർ മാത്രം പങ്കുവച്ച വിവരങ്ങളാണ്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ അല്പസമയം കൂടി നമ്മൾ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ. ടിപ്പർ ലോറി, മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ട് ചരിയുകയും ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു കടമുറി, ആ കടയുടെ താഴെയുള്ള ഒരു ബസ് സ്റ്റോപ്പ്, ആ ബസ് സ്റ്റോപ്പിലേക്കാണ് ഇത് ഇടിച്ച് കയറുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് അപകടത്തിൽ പെട്ടുപോയത്. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഫയർഫോഴ്സിൻ്റെയും അതേപോലെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിലാണ് 3 പേരുടെ മരണം സ്ഥിരീകരിച്ചത്. ഇനിയിപ്പോൾ കളക്ടർ അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്.
ഗൗതം, ഇതിൽ ഈ വിദ്യാർത്ഥികളടക്കം കാത്തുനിന്നൊരിടത്തേക്കാണ് അപകടമുണ്ടായത്. പക്ഷേ ഇതിൽ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു നേരിയ ഒരു ആശ്വാസമെങ്കിലും ഉള്ളത്, വിദ്യാർത്ഥികൾക്കൊന്നും കാര്യമായിട്ട് പരുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഈ ഈ രക്ഷിതാക്കളൊക്കെയും അറിഞ്ഞിട്ടുണ്ട്. ഇത് ഈ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? സേതു, ഏറ്റവും വിഷമകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ പെട്ടവരുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. അതായത് മരിച്ചവരിൽ ഒരാൾ 15 വയസ്സുള്ള പാർത്ഥിബ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു എന്നുള്ള വാർത്ത ഈ പുറത്തു വരികയാണ്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പാർത്ഥിബ്. ആ പാർത്ഥിബ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു, ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അതേസമയം സ്വകാര്യ കോളേജ് അധ്യാപകനും കുടവട്ടൂർ സ്വദേശിയുമായിട്ടുള്ള ഹരിലാൽ, അദ്ദേഹവും ഈ അപകടത്തിൽ അദ്ദേഹത്തിനും ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. മരിച്ച മൂന്നാമത്തെ ആൾ ഒരു പുരുഷനാണ്. അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന, ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 3 പേർ മരിച്ചു എന്നതിൽ ഒരാൾ വിദ്യാർത്ഥിയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഒരാൾ ഒരു സ്വകാര്യ കോളേജിലെ അധ്യാപകനാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു ആൾ കൂടിയുണ്ട്, അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പുരുഷനാണെന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. 5 പേരാണ് ചികിത്സയിലുള്ളത്, 8 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 3 പേർ മരിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരം. ചെയ്തു ദൗർഭാഗ്യകരമായ സംഭവം, ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ്. നേരത്തെ നമ്മൾ ആശ്വാസകരമായി കരുതിയിരുന്നത് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായില്ലല്ലോ എന്ന ഒരു ചെറിയ ആശ്വാസമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, മറ്റ് 2 മുതിർന്നവർക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു. ഈ മുതിർന്നവരിൽ ഒരാൾ കോളേജ് അധ്യാപകനാണ് മരിച്ചത്. ഹരിലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.